ലോകത്തിലെ വൻ ശക്തികൾ ആരൊക്കെയാണ്? സൈനിക തലത്തിൽ മുൻപന്തിയിൽ ആരാണ്? നിരവധി സംഘർഷങ്ങൾ തുടരുമ്പോഴും ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുന്ന ഈ വേളയിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യങ്ങളുടെ പുതിയ പട്ടിക പുറത്തു വന്നിരിക്കുന്നു. 60-ലധികം ഘടകങ്ങൾ വിലയിരുത്തിയാണ് പുതിയ റാങ്കിംഗ്. അമേരിക്കയാണ് ഒന്നാം സ്ഥാനത്തെങ്കിലും റഷ്യയുടെയും ഇന്ത്യയുടെയും കരുത്ത് ശ്രദ്ധേയമാണ്. പ്രതിരോധ മേഖലയിലെ ശക്തി, സൈനിക ബലം, സാമ്പത്തിക സ്ഥിതി, വിഭവ ലഭ്യത എന്നിവയുൾപ്പെടെ 60-ലധികം ഘടകങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ആണവശേഷിക്ക് പ്രാധാന്യം നൽകുന്ന ഈ റിപ്പോർട്ടിൽ ഏഷ്യൻ ആണവശക്തികളായ ഇന്ത്യയും റഷ്യയും തങ്ങളുടെ സ്വാധീനം അരക്കിട്ടുറപ്പിച്ചു. അമേരിക്ക ഒന്നാം സ്ഥാനത്തുണ്ടെങ്കിലും റഷ്യയുടെ കരുത്തും ഇന്ത്യയുടെ മനുഷ്യശക്തിയും ശ്രദ്ധേയമായ നേട്ടങ്ങളാണ്. സൈനിക ശക്തിയുടെ കാര്യത്തിൽ ഇന്ത്യ ആഗോളതലത്തിൽ 4-ാം സ്ഥാനത്താണ്. 0.1% ഇന്ത്യ ചൈനയേക്കാൾ ഒരു പടി മാത്രം പിന്നിലായത്. സാമ്പത്തിക തലത്തിലും സൈനിക ശേഷിയിലും ഇന്ത്യ നടത്തുന്ന മുന്നേറ്റം ഏഷ്യൻ വൻകരയുടെ ഉയർച്ചയെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയുടെ മനുഷ്യശക്തിയുടെ കാര്യമാണ് റിപ്പോർട്ടിലെ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടം. ജനസംഖ്യയുടെ കാര്യത്തിൽ സൈനിക സേവനത്തിനെത്തുന്നവരിൽ ഇന്ത്യ 1-ാം സ്ഥാനത്താണ്. മൊത്തം ജനസംഖ്യ, ലഭ്യമായ മനുഷ്യശക്തി, തൊഴിൽ ശക്തി, സജീവവും അർദ്ധസൈനിക വിഭാഗത്തിൽപ്പെട്ടവരുമായ ഉദ്യോഗസ്ഥരുടെ എണ്ണം എന്നിവയിൽ ഇന്ത്യ ആഗോളതലത്തിൽ 2-ാം സ്ഥാനത്തുമുണ്ട്. ദീർഘകാല പ്രതിരോധ സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ ഈ ഘടകങ്ങൾ ഇന്ത്യയെ ഭാവിയിൽ കൂടുതൽ സജ്ജമാക്കും. അമേരിക്കൻ സൈന്യം ഒന്നാമതാണെങ്കിലും റഷ്യയുടെ പ്രതിരോധശേഷി ലോകത്തൊരു നിർണായക ശക്തിയായി മാറി. ആണവശേഖരം നൽകുന്ന മുൻതൂക്കം തന്നെയാണ് ഇതിന് കാരണം. വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ടാങ്കുകൾ എന്നിവയുടെ കാര്യത്തിൽ റഷ്യയ്ക്ക് ലോകത്ത് 2-ാം സ്ഥാനമാണുള്ളത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്കിടയിലും റഷ്യൻ സൈന്യം ആധുനികവൽക്കരണവും പ്രതിരോധശേഷിയും നിലനിർത്തുന്നു എന്നും തെളിയിക്കുന്നു. മറ്റൊന്ന് ചൈനയാണ്. ആഗോള റാങ്കിങ്ങിൽ 3-ാം സ്ഥാനത്താണവർ. സമീപകാലത്തെ ചൈനയുടെ സൈനിക വളർച്ച ഇന്ത്യക്ക് തൊട്ടുമുന്നിലെത്തിച്ചു. ദക്ഷിണ കൊറിയ 5-ാം സ്ഥാനത്തും ജപ്പാൻ 8-ാം സ്ഥാനത്തുമെത്തി. ഏഷ്യൻ രാജ്യങ്ങളുടെ മൊത്തത്തിലുള്ള ഉയർച്ചയാണ് ഈ റാങ്കിങ്ങുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ അമേരിക്ക 1-ാം സ്ഥാനത്താണെങ്കിലും നിരവധി ചോദ്യങ്ങൾ ഉത്തരമില്ലാതെ അവശേഷിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ ബഡ്ജറ്റ് അമേരിക്കയ്ക്കാണുള്ളത്. ഏകദേശം $873 ബില്യൺ മുകളിലാണത്. വലിയ പ്രതിരോധ ബഡ്ജറ്റ് ഉണ്ടായിരുന്നിട്ടും പക്ഷേ വളരെ കുറഞ്ഞ ശതമാനക്കണക്കിലാണ് അമേരിക്ക ഒന്നാമത് തുടരുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ സൈനിക ചെലവുകളുടെ കാര്യക്ഷമതയെക്കുറിച്ചും മറ്റും നാനാ കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളുടെ സ്ഥാനങ്ങളും താരതമ്യേന മെച്ചപ്പെടുകയും തകർച്ചയിലേക്ക് പോകുകയും ചെയ്തിട്ടുണ്ട്. ബ്രിട്ടൻ 6-ാം സ്ഥാനത്തും ഫ്രാൻസ് 7-ാം സ്ഥാനത്തും തുർക്കി 9-ാം സ്ഥാനത്തും നാറ്റോ അംഗമായ ഇറ്റലി 10-ാം സ്ഥാനത്തുമാണ്. പുതിയ റിപ്പോർട്ട് പ്രകാരം ലോകശക്തിയുടെ കേന്ദ്രം പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന് കിഴക്കൻ രാജ്യങ്ങളിലേക്ക് മാറുന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണിത്.
റഷ്യയുടെ ആണവശേഷിയും ഇന്ത്യയുടെ അജയ്യമായ മനുഷ്യശക്തിയും ആഗോള പ്രതിരോധ രംഗത്തെ നിർണായക ഘടകങ്ങളായി മാറിക്കഴിഞ്ഞു. മാറുന്ന ലോകക്രമത്തിൽ റഷ്യയും ഇന്ത്യയും തങ്ങളുടെ തന്ത്രപരമായ സ്ഥാനം ഉറപ്പിക്കുന്നത് അന്താരാഷ്ട്ര സ്ഥിരതയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. അത് ഊട്ടിയുറപ്പിക്കാൻ പുതിയ പുതിയ പരീക്ഷണങ്ങളും സൈനിക തലത്തിലെ മാറ്റങ്ങൾക്കുമെല്ലാം ഇരു രാജ്യങ്ങളും ക്രിയാത്മകമായ ഇടപെടലുകൾ തുടർന്നു പോകുന്നു. മറുവശത്ത് പാശ്ചാത്യ ശക്തികൾ വലിയ സാമ്പത്തിക നേട്ടം കൈവരിക്കുന്നുണ്ട്. പക്ഷേ വെല്ലുവിളികൾ ഒട്ടനവധിയാണ്.